സൺഡേ അല്ലേ, ബാ നമുക്കിന്ന് പുറത്തു പോവാം. അപ്പോൾ എൻ്റെ ബേബി ബമ്പ് അതാ വലുതായി തുടങ്ങിയിട്ടോ, ഇനി കുറച്ചാളേ ഉള്ളൂ. അങ്ങനെ ഞാൻ റെഡിയായ ശേഷം എൻ്റെ കണ്ണപ്പനെ പിടിച്ചെടുത്ത് റെഡിയാക്കാനും തിരക്കില്ലായിരുന്നു. ഇനി റെഡിയാക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡിനെയാണ്. അങ്ങനെ ഹസ്ബൻഡ് റെഡിയാവാൻ പോയ സമയത്ത് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഉലാത്തുകയായിരുന്നു. കുറച്ച് നേരം എടുത്തു ടൈം. ഒന്നാമത് ഞങ്ങളിങ്ങനെ ചെറിയൊരു അടിയായിട്ടാണ് ഇന്ന് ഇറങ്ങിയത് തന്നെ. അപ്പം അത്ര രസത്തിലല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്ത് ഇറങ്ങിയതും. അങ്ങനെ പോകുന്ന വഴി കണ്ണപ്പൻ്റെ സ്ഥിരം പരിപാടി ബാക്കിൽ കിടന്നുറങ്ങി. ലുലുവിൽ ഓഫർ സെയിൽ നടക്കുന്നുണ്ട് തന്നെ 1.5 മണിക്കൂർ ഞങ്ങൾക്ക് ബ്ലോക്ക് കിട്ടി. ഇവൻ നമ്മൾ ഈ അടിപിടി കൂടി ഇറങ്ങുമ്പോൾ നമ്മുടെ ഭർത്താവിനൊരു അബദ്ധം പറ്റി, എക്സാമ്പിൾ വഴി മാറിപ്പോവുക, വഴി തെറ്റിപ്പോവുക, അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും? എൻ്റെ എക്സ്പ്രഷൻ എന്തായി ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയായിരുന്നു. പിന്നെ അത് ഞങ്ങൾ മാനേജ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ സക്സസ് ആയിട്ട് ലുലുവിൻ്റെ ബ്ലോക്കിലോട്ട് ചെന്ന് കയറി. ലുലുവിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ അവിടെ കിടക്കേണ്ടി വന്നു. എന്നിട്ട് എത്തുന്നുണ്ടോ വട്ടായിട്ടോ കിടന്നു വരണ്ടിയിരുന്നില്ല എന്ന് വരെ ഞാൻ ചിന്തിച്ചിരുന്ന നിമിഷമായിരുന്നത്. അപ്പോഴത്തേക്കും കണ്ണനും ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായി. ലുലുവിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഒടുക്കാത്ത തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ വന്നിട്ട് ഞാൻ കണക്ട് നേരെ ഇറങ്ങിപ്പോയി. വിശന്നിട്ടും പാടില്ലായിരുന്നു. നേരെ ഫുഡ് കോർട്ടിലോട്ടാണ് വിട്ട്. ഫുഡ് ബുക്ക് ചെയ്യുന്ന ഓർഡർ ചെയ്യുന്ന വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് ക്ഷമയുണ്ടായില്ല. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായി. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് ഒന്ന് സമാധാനപ്പെട്ട ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയത്. അങ്ങനെ ഈ സെക്ഷനിൽ ഞാൻ കുറേ നേരം ചുറ്റിപ്പറ്റിയിരുന്നെങ്കിലും ഒന്നും കിട്ടിയില്ല. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തോളൂ, ഒന്നും കിട്ടിയില്ല. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന കണ്ണനെ പിന്നെ ഓരോരോ സാധനങ്ങളിൽ കയറ്റാൻ തുടങ്ങി. വന്നേ എന്തെങ്കിലും കൊണ്ടുണ്ടാവണ്ടേ, കണ്ണനെങ്കിലും കൊണ്ടുണ്ടാവട്ടെ. കണ്ണനാണെങ്കിൽ ഈ അടുത്ത് ഇവിടെ സ്കൂളിൽ നിന്ന് ടൂർ വന്നാക്കുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ വന്നപ്പോഴും വണ്ടൂരൊക്കെ കയറാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പം ഇതിലൊക്കെ കയറ്റി അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കയറി കളിക്കുന്നത്. അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട്, സാരില്ല, പോകെ ശരിയായിക്കോളും. അങ്ങനെ പിന്നെ നേരെ ഓഫർ സെയിൽ നടക്കുന്നവിടെ തൊട്ട് പോയി ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊത്തിപ്പെറുക്കിയെടുത്ത് കുറേ നേരം ക്യൂ നിന്ന ശേഷമാണ് ബില്ലൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ പാർക്കിങ്ങിലോട്ട് പോയി വണ്ടി കണ്ടുപിടിച്ചു. വണ്ടി കയറി ഞങ്ങൾ വീട്ടിലോട്ട് വിട്ടു. ഹാപ്പി ഇത്രയുള്ളൂ, ബൈ.